ഇതാ ഇന്ന് നമുക്ക് ഒരു കരിവേപ്പിലയുടെ ചട്ടണി ഉണ്ടാക്കാം. ഇത് കരിവേപ്പില ചീനിച്ചട്ടിയിലിട്ട് ശകല എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഒത്തിരി ചൂട് കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അത് വറുത്തതാണിത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ചട്ടണിച്ചന, നമ്മുടെ ചട്ടണിക്കൊക്കെ അരയ്ക്കുന്ന ചന, അത് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി വറുത്തത്, ഈ കപ്പലണ്ടി തൊലിയോട് കൂടിയും ചേർക്കാം, തൊലി ഇല്ലാതെയും ചേർക്കാം. അപ്പോൾ കപ്പലണ്ടി വറുത്തത്, പിന്നെ ശകലം തേങ്ങ, കോക്കനട്ട്, ഇതാ ഒന്ന് ചെറുതാക്കി ചൂടാക്കിയത്, ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉഴുന്ന്, നമ്മൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇടത്തില്ലേ, ആ ഉഴുന്നും വെളുത്ത എള്ള്, അതും കൂടെ ഒന്ന് ചെറുതാക്കി ചൂടാക്കി എടുത്തത്. അത് ആവശ്യത്തിന് മുളക് ഫുള്ളായിട്ടുള്ള മുളക്, അക്കാമുളക് ഇടുന്നവർക്ക് അക്കാമുളക് ഇടാം, ഇല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചു കൊണ്ടുവരാം. അങ്ങനെ ഞാൻ മിക്സിയിൽ അരച്ചു കൊണ്ടുവന്നു. നമ്മുടെ കരിവേപ്പില ചമ്മന്തി റെഡി. ചിങ്ങമാസത്തിൽ എന്തെങ്കിലും ഒരു പുതിയ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചാൽ ഇതിട്ടത്. ഇതൊന്നും അല്ലെന്നറിയാം, എന്നാലും പക്ഷേ ഇത് 1 മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കുപ്പിയിലിട്ടിട്ട് വെക്കാം. ഇത് നമ്മളെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ, ഞാൻ കണ്ടിട്ടുണ്ട് കുരകാത്തികളൊക്കെ ട്രെയിനിൽ യാത്ര പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, അവരിങ്ങനെയുള്ള ചമ്മന്തിയൊക്കെയാണ് കൊണ്ടുവരുന്നത്. നമ്മളോട്ട് തേങ്ങ അരച്ച ചമ്മന്തിയൊക്കെ കൊണ്ടുപോയാൽ അത് വളിക്കും. ഇങ്ങനെയുള്ള ചമ്മന്തി ഒരു കുപ്പിയിലാക്കി കൊണ്ടുപോയാൽ നമുക്ക് ചപ്പാത്തിക്ക്, പൂരിക്ക്, ദോശയ്ക്ക് ഒക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമാവും. കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന്. പിന്നെ ഇതിൽ ചേർത്ത എള്ള്, കപ്പലണ്ടി, പിന്നെ കരിവേപ്പില ഏറ്റവും നല്ലതല്ലേ മുടിക്ക്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ പ്രോട്ടീൻസും എല്ലാ പോഷകങ്ങളും ഇതിലടങ്ങിയ ഒരു ചമ്മന്തിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ആവശ്യാനുസരണം കുറച്ചെടുത്തുണ്ടാക്കിയാലും മതി. കരിവേപ്പില കുറച്ചിട്ടിട്ട് ബാക്കി സാധനങ്ങൾ കൂടുതൽ ചേർക്കാം. ഇതുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻ്റ് എഴുതുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ, മറക്കല്ലേ. ബൈ.